കോതമംഗലത്ത് ആൺസുഹൃത്തിന് വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ പേരുടെ പങ്ക് സംശയിച്ചു പോലീസ്. 2 മാസത്തെ ആസൂത്രണത്തിനിടെ പ്രതി അദീനിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതിലാണ് പരിശോധന. വീട്ടിലെ CCTV തകരാറിലാക്കാൻ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, പ്രതി അദീന ഒറ്റയ്ക്ക് ഈ കൃത്യം നടത്താനിടയില്ല എന്നാണോ പോലീസിന്റെ നിഗമനം? ദിവ്യ, കഴിഞ്ഞ ദിവസം തന്നെ പോലീസിൽ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഇത് നീണ്ട നാളത്തെ, അതായത് 2 മാസത്തിലേറെ സമയമെടുത്ത് നടത്തിയ ആസൂത്രണമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് പോലീസിന് ഇത്തരത്തിലൊരു സംശയം. അതായത് നിലവിൽ അദീന റിമാൻഡിലാണുള്ളത്. നാളെ പോലീസ് അദീനയ്ക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അതിനിടയിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ സംശയം, അതായത് 2 മാസത്തെ ആസൂത്രണത്തിനിടെ ഏതെങ്കിലും തരത്തിൽ അദീനയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. കേസിൽ കൂടുതൽ പേരുടെ പങ്ക് പോലീസ് സംശയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ CCTV തകരാറിലാക്കാൻ അദീനയ്ക്ക് ഒറ്റയ്ക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. CCTV തകരാറിലാക്കാൻ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നാളെ അദീനെ കസ്റ്റഡിയിൽ വാങ്ങും. പിന്നീട് കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. അൻസലിന്റെ കൊലപാതകത്തിലാണ് പ്രതി അദീനയ്ക്ക് പുറത്തുനിന്നുള്ളവരുടെ സഹായം ലഭിച്ചു എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നത്. നിധിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.